പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് പോവാം. ദാറ്റ് ഇസ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. അസസ്മെന്റ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇറ്റ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ടോട്ടൽ ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് കമ്പ്യൂട്ടഡ് ആൻഡ് ഹിസ് ടാക്സ് ലയബിലിറ്റി ഈസ് ഡിറ്റർമിൻഡ്. ഇനി അസസ്മെന്റ് എത്ര തരമുണ്ട്? ദ ഫോളോയിങ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് സ്പെസിഫൈഡ് ഇൻ ദ ആക്ട്. ഇതൊക്കെയാണ്. സെൽഫ് അസസ്മെന്റ് ഉണ്ട്, അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ ഉണ്ട്, റെഗുലർ അസസ്മെന്റ് അതിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ആൻഡ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഇനി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് തന്നെ രണ്ടായിട്ടുണ്ട്. കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആൻഡ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഇനി ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് അഥവാ റീ അസസ്മെന്റ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ്ലി പ്രിക്കോഷണറി അസസ്മെന്റ് അഥവാ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്. സോ ഇൻ ടോട്ടൽ there are 5 types of assessment are there. Self-assessment, assessment on the basis of return, regular assessment, income escaping assessment and precautionary assessment. ഈ റെഗുലർ അസസ്മെന്റിനെ അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് എന്നും ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ കമ്പൽസറി ഉണ്ട്, ഡിസ്ക്രിഷണറി ഉണ്ട്. ഇതിൽ ഓരോന്നും നോക്കാം. സെൽഫ് അസസ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അസസ്മെന്റ് എന്ന വാക്ക് അതിന്റെ പല ക്ലാസിഫിക്കേഷൻ ആണല്ലോ ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ ടോട്ടൽ ഇൻകം കണക്കാക്കുക. ഇൻകം ടാക്സ് ആക്ട് സ്പെസിഫൈ ചെയ്യുന്ന പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് ഒരാളുടെ ഇൻകം മനസ്സിലാക്കുന്നതും അതിന്റെ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്നതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത് ഒരാൾ സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുക. ദ അസസ്മെന്റ് ഓഫ് ഇൻകം ഡൺ ബൈ ദ അസസി ഹിംസെൽഫ് ഈസ് കോൾഡ് സെൽഫ് അസസ്മെന്റ്. ശരിക്കും നമ്മൾ വോളണ്ടറി റിട്ടേൺ പഠിച്ചില്ലേ? വോളണ്ടറി റിട്ടേൺ എന്താണ്? ഒരു അസസി സ്വന്തം നിലയ്ക്ക് അയാളുടെ ഇൻകം ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കുന്നതിനാണ് വോളണ്ടറി റിട്ടേൺ. സ്വമേധയാ, ആരുടെയും സമ്മർദ്ദമോ നിർബന്ധമോ കൂടാതെ. എന്ന് പറഞ്ഞ പോലെ സെൽഫ് അസസ്മെന്റ് ഈസ് ദ പ്രൊസീജിയർ ബൈ വിച്ച് an assessee himself calculates his total income, determines his tax liability and pays the same to the department. അപ്പൊ സ്വന്തം നിലയ്ക്ക് ഇൻകം എത്രയാണെന്ന് മനസ്സിലാക്കുന്നു, ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് അടയ്ക്കുന്നതിനെയാണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്. It is the duty of every assessee to compute his income and tax thereon and prepare and submit the return and remit any unpaid balance of tax, interest or penalty within the prescribed time limit. അപ്പോൾ ഒരു അസസ്സിയുടെ ഉത്തരവാദിത്വമാണ് എന്ത്? അയാളെ ഇൻകം കണ്ടുപിടിക്കുക, ടാക്സ് എത്രയാണെന്ന് മനസ്സിലാക്കുക, റിട്ടേൺ പ്രിസ്ക്രൈബ് ഫോമിൽ സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് റെമിറ്റ് എനി അൺപെയ്ഡ് ബാലൻസ് ഓഫ് ടാക്സ്. അപ്പൊ എന്താണ് ഈ അൺപെയ്ഡ് ബാലൻസ് ഓഫ് ടാക്സ് പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, TDS ആയിട്ട് ടാക്സ് പിടിച്ചിട്ടുണ്ടാവും. സാലറീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഏത് തരം ഇൻകം ആയാലും TDS പിടിച്ചിട്ടുണ്ടാവും. അത് കഴിച്ച് ബാക്കി കൊടുക്കാനുള്ള ടാക്സ് അടയ്ക്കണം, ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കണം, പെനാൽറ്റി അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കണം. ഇതൊക്കെ എന്താണ്? ഒരാളുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. If an assessee himself fulfills above legal requirements, it is called a self-assessment. ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സമ്മർദ്ദമോ ഭീഷണിയോ നിർബന്ധമോ ഒന്നും കൂടാതെ ഒരു അസസി സ്വമേധയാ ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചാൽ അതിനെ സെൽഫ് അസസ്മെന്റ് എന്ന് പറയും. ഓക്കെ. രണ്ടാമത്തേത് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ ആണ്. ഇതെന്ന് വെച്ചാല് ഒരു അസസി റിട്ടേൺ സമർപ്പിച്ചല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ അസസിംഗ് ഓഫീസർ അഥവാ ഇൻകം ടാക്സിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, അധികാരപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ നിലയ്ക്ക് നടത്തുന്ന അസസ്മെന്റിനെയാണ് അസസ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സെൽഫ് അസസ്മെന്റ് നടത്തുമ്പോൾ അത് ശരിയാവണമെന്ന് എപ്പോഴും നിർബന്ധമില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇൻകം കുറച്ച് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസിൽ മിസ്റ്റേക്ക് വരാം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിട്ടേൺ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സിന്റെ കയ്യിലുള്ള രേഖകളുടെ ഒക്കെ കമ്പാരിസന്റെ വെളിച്ചത്തിൽ ഇൻകം ടാക്സ് അതോറിറ്റിയായ അസസിംഗ് ഓഫീസർ നടത്തുന്ന അസസ്മെന്റിനെയാണ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയും. ദ അസസ്മെന്റ് ഡൺ ബൈ ദ അസസിംഗ് ഓഫീസർ ഓൺ ദ ബേസിസ് ഓഫ് വോളണ്ടറി റിട്ടേൺ ഓർ കമ്പൽസറി റിട്ടേൺ ഫൈൽഡ് ബൈ ദ അസസി ഈസ് കോൾഡ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. അപ്പൊ നമ്മൾ അസസി സമർപ്പിച്ച റിട്ടേണിന്റെ അടിസ്ഥാനത്തിൽ അസസിംഗ് ഓഫീസർ നടത്തുന്ന അസസ്മെന്റിനെയാണ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. If any tax or interest is found due on the basis of such return, he will require the assessee to pay it. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഫൈനോ ഇൻട്രസ്റ്റോ എന്തെങ്കിലും അടയ്ക്കേണ്ടതുണ്ട് എന്ന് ഇൻകം ടാക്സ് ഓഫീസർ കണ്ടെത്തിയാൽ നമ്മൾ അടയ്ക്കാൻ ആവശ്യപ്പെടും, നമ്മൾ അത് അടയ്ക്കുകയും ചെയ്യണം. ഇനി മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഇഫ് വി ഹാവ് പെയ്ഡ് എനി എക്സസ് ടാക്സ്, നമ്മൾ അധികമായി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ വിൽ ബി ഗ്രാൻഡഡ് റീഫണ്ട് ഓൾസോ, അതിന്റെ റീഫണ്ടും കിട്ടും. ഇനി റെഗുലർ അസസ്മെന്റ്. ഈ റെഗുലർ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം അസസ്മെന്റ് ചേർന്നതാണ് റെഗുലർ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ആണ്, രണ്ടാമത്തേത് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആണ്. എന്താണ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ്? തെളിവിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അസസ്മെന്റ് ആണ് അസസ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കൊടുത്ത രേഖകളിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ വേണമെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുകയോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൂഫ് കൊടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കണം. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അസസിംഗ് ഓഫീസർ നടത്തുന്ന അസസ്മെന്റിനെയാണ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് എന്ന് പറയാം. ഓക്കെ, ഇൻ ഓർഡർ ടു എൻഷുർ ദ കറക്റ്റ്നെസ് ഓർ കംപ്ലീറ്റ്നെസ് ഓഫ് ദ റിട്ടേൺ, നമ്മൾ കൊടുത്ത റിട്ടേൺ ശരിയായിട്ടല്ലേ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും നമ്മൾ കൊടുത്തിട്ടുണ്ടോ, നമ്മുടെ ഇൻകം ഒക്കെ പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടുണ്ടോ, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നത് ഉറപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഓർ ടു എൻഷുർ ദാറ്റ് ദ ഇൻകം ഹാസ് നോട്ട് ബീൻ അണ്ടർ സ്റ്റേറ്റഡ്, നമ്മൾ ഇൻകം അണ്ടർസ്റ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കാണിക്കാം, നമ്മുടെ ഇൻകം കുറച്ച് കാണിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ, ഓർ ദ ലോസ് ഡിക്ലയർഡ് ഈസ് നോട്ട് എക്സസീവ്, നമുക്കറിയാം ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കുമല്ലോ, അപ്പൊ അസസി അവരുടെ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇൻകം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി കൂടുതൽ ലോസ് ചിലപ്പം പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ എക്സസീവ് ആയിട്ട് ലോസ് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ, ഓർ ദ ടാക്സ് ഹാസ് നോട്ട് ഇല്ല, ടാക്സ് കൃത്യം അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ, the assessing officer shall serve a notice to produce evidences in support of the return. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്? ഒന്ന്, റിട്ടേൺ കറക്റ്റ് ആണ്, കംപ്ലീറ്റ് ആണ് എന്ന് ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ ഇൻകം അണ്ടർസ്റ്റേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ, അതും അല്ലെങ്കിൽ ലോസ് എക്സസീവ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ, അതും അല്ലെങ്കിൽ ടാക്സ് അടച്ചത് കുറഞ്ഞു പോയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ എന്ത് ചെയ്യും? അസസിംഗ് ഓഫീസർ പറയും അതിന് ആവശ്യമായ എവിഡൻസ് സമർപ്പിക്കാൻ. അതുപോലെ തന്നെ സംടൈംസ് ഇത് കൂടാതെ അസസിംഗ് ഓഫീസർ എന്തൊക്കെ ആവശ്യപ്പെടാം? ഹി മേ റിക്വയർ ദ അസസി ടു സബ്മിറ്റ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹിസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, നമ്മുടെ ആസ്തി ബാധ്യത കണക്ക് അസറ്റ്സ് ലയബിലിറ്റി സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. ഓർ ടു ഗെറ്റ് ഹിസ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ആൻഡ് ടു സബ്മിറ്റ് കോപ്പി ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ കാര്യങ്ങളൊന്നും ട്രാൻസ്പെറന്റ് അല്ല എന്ന് തോന്നിയാൽ ഓഡിറ്റ് ചെയ്യാനും കോപ്പി സമർപ്പിക്കാനും കൂടി ആവശ്യപ്പെടാം. അങ്ങനെ കൊടുക്കുന്ന എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അസസ്മെന്റാണ് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആണ്. വാക്കിൽ തന്നെ മീനിങ് ഉണ്ട്. ബെസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവനവൻ, ജഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, അവനവന്റെ ഒരു മനോധർമ്മത്തിനനുസരിച്ച്, അസസിംഗ് ഓഫീസറുടെ മനോധർമ്മം അനുസരിച്ച് നടത്തുന്ന ജഡ്ജ് അസസ്മെന്റാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് പറയാം. ഇത് എപ്പോഴാണ് സംഭവിക്കുക? വേർ ദ അസസി ഫെയിൽസ് ടു സബ്മിറ്റ് ദ വോളണ്ടറി റിട്ടേൺ ഓർ കമ്പൽസറി റിട്ടേൺ, അസസി സമർപ്പിക്കേണ്ട വോളണ്ടറി റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല, കമ്പൽസറി റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല, ഓർ വേർ ദ റിട്ടേൺ സബ്മിറ്റഡ് ഈസ് ഫൗണ്ട് ടു ബി ഇൻകറക്റ്റ് ഓർ ഇൻകംപ്ലീറ്റ്, ഒന്നുകിൽ ഇത് സമർപ്പിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ സമർപ്പിച്ച റിട്ടേൺ എന്താണ്, ഇൻകറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ്, പൂർണ്ണമായിട്ടില്ല. Then the assessing officer has the power to make a best judgment assessment. പിന്നെ അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യും? റിട്ടേൺ ഒന്നെങ്കിൽ സമർപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ സമർപ്പിച്ച റിട്ടേൺ തെറ്റുമാണ്, അപ്പൊ അസസിംഗ് ഓഫീസർ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിലേക്ക് പോകും. ഇനി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിൽ എന്താ ചെയ്യുക? ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് ദ അസസി ഈസ് എസ്റ്റിമേറ്റഡ് ബൈ ദ അസസിംഗ് ഓഫീസർ യൂണിലാറ്ററലി, ഏകപക്ഷീയമായി. കാരണം അസസിക്ക് അവസരം കൊടുത്താണല്ലോ, റിട്ടേൺ സമർപ്പിക്കാൻ അവസരം കൊടുത്തു എന്നല്ല, റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടാണെങ്കിൽ ഒരു തെറ്റുമാണ്. അപ്പൊ അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യും? യൂണിലാറ്ററൽ ഏകപക്ഷീയമായി അസസിയുടെ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തിട്ട്, എങ്ങനെ? സാഹചര്യം, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് അയാളുടെ കയ്യിലുള്ള രേഖകളും സാഹചര്യ തെളിവുകളും ഒക്കെ ഉപയോഗിച്ച് യൂണിലാറ്ററൽ ഏകപക്ഷീയമായി അയാൾ നടത്തുന്ന ഒരു അസസ്മെന്റിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ അസസി അങ്ങ് ശിക്ഷിക്കാൻ വേണ്ടി ചെയ്തുകൂടാ. he should make a fair and genuine estimate of the income details of the assessee. അസസിയെ ശിക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ, അല്ലെ അസസിക്ക് കൂടുതൽ ടാക്സ് ചുമത്തുക എന്ന ലക്ഷ്യത്തോടെ ഇൻകം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഫെയർ ആൻഡ് റീസണബിൾ എസ്റ്റിമേറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എക്സ് പാർട്ടി അസസ്മെന്റ് എന്നും കൂടെ അതിന്റെ പേരുണ്ട്. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എക്സ് പാർട്ടി അസസ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ഇനി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആര് നടത്തുന്നതാണ്? അസസിംഗ് ഓഫീസർ നടത്തുന്നതാണ്. അതിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നുകിൽ കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്, അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. കമ്പൽസറി നിർബന്ധമായും ചെയ്യണം, ഡിസ്ക്രിഷണറി അസസിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് വരുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ്? where the assessee has failed to make voluntary or even belated return, compulsory return, belated return പോലും സമർപ്പിച്ചിട്ടില്ല, നിർബന്ധമായും ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യണം. രണ്ട്, where the assessee fails to produce accounts or other documents or information, or fails to get the accounts audited as demanded in the notice. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ പ്രകാരം അക്കൗണ്ട്സോ ഡോക്യുമെന്റ്സോ ഒന്നും സമർപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓഡിറ്റ് ചെയ്തിട്ടില്ല, നിർബന്ധമായും ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തും. where the return is incorrect or incomplete, റിട്ടേൺ ഇൻകറക്റ്റ് ശരിയല്ല, അല്ലെങ്കിൽ അപൂർണ്ണമാണ്, അങ്ങനെയാണെങ്കിലും കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തും. ഇനി ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞാലോ, അസസിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തിയാൽ മതി. അതെപ്പോഴൊക്കെയാണ്? where the assessing officer is not satisfied about the correctness of the accounts of the assessee,
or where no method of accounting has been regularly employed by the assessee, then the assessing officer may in his discretion make the best judgment assessment. It is called discretionary best judgment assessment. ഏതായാലും റിട്ടേൺസ് ഓപ്ഷൻ അസസിക്ക് അതിനെതിരെ അപ്പീൽ കൊടുക്കാനും അവസരമുണ്ട്. ട്രിബ്യൂണലിൽ അപ്പീൽ കൊടുക്കാൻ അവസരമുണ്ട്. അതെ, റെഗുലർ അസസ്മെന്റിലാണ് രണ്ടാണ് നമ്മൾ പറഞ്ഞത്. അസസ്മെന്റ് ബേസ്ഡ് ഓൺ എവിഡൻസും ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഇനി ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് അഥവാ റീ അസസ്മെന്റ് ആണ്. ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അസസിംഗ് ഓഫീസർക്ക് തോന്നുകയാണ് പിന്നെ ഏതെങ്കിലും ഇൻകം ഏതെങ്കിലും വർഷം അസസ് ചെയ്യപ്പെടാതെ പോകും. ഇൻകം അസസ് ചെയ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അത്രയും നഷ്ടമൊന്നല്ലേ. അപ്പൊ ഇൻകം ടാക്സ് അതോറിറ്റി എന്ത് ചെയ്യും? അത് വീണ്ടും ഏത് വർഷമാണെന്ന് പരിഗണിക്കും. ചിലപ്പോൾ 5-6 വർഷം മുന്നത്തെ ഇൻകം ആണ്, അന്ന് എസ്കേപ്പ് ചെയ്തു പോയി, എന്തോ കാരണത്താൽ ശ്രദ്ധിക്കപ്പെട്ടില്ല, അസസി പറഞ്ഞിട്ടില്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അത് മനസ്സിലാക്കിയില്ല. പക്ഷെ ഇപ്പോൾ ഇറ്റ് കെയിം ടു ദ നോട്ടീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ വീണ്ടും അസസ് ചെയ്യും. അതിനെയാണ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് അഥവാ റീ അസസ്മെന്റ് എന്ന് പറയുന്നത്. If the assessing officer has sufficient reasons to believe that any income chargeable to tax has escaped assessment for any assessment year, ഏതെങ്കിലും ഒരു മുൻ വർഷം ചാർജ് ചെയ്യപ്പെടേണ്ട ഇൻകം ചാർജ് ചെയ്യപ്പെടാതെ എസ്കേപ്പ് ആയിപ്പോയി, മീൻസ് ടാക്സ് അടച്ചിട്ടില്ല, he may assess or reassess such income, which is called income escaping assessment. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അസസ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഇപ്പോൾ ഒരു അസസ്മെന്റ് നടത്തിയാല് അതിന് ചാർജ് ചെയ്യുന്ന ഇൻകം ഉണ്ടെന്ന് കണ്ട അതിന് ചാർജ് ചെയ്ത റേറ്റ് ഏതായിരിക്കും? എപ്പോഴാണോ ഇൻകം എസ്കേപ്പ് ചെയ്യപ്പെട്ടു പോയത് ആ വർഷത്തെ റേറ്റിലായിരിക്കും ടാക്സ് ചെയ്യുക കേട്ടോ. ഈ വർഷത്തെ ഇപ്പോഴാണ് ഇപ്പൊ സപ്പോസ് ഒരു 2020-21 ഇൻകം ആണ് ഇപ്പൊ കണ്ടെത്തുന്നത്, അന്ന് അത് ടാക്സ് ചെയ്യപ്പെട്ടില്ല. ഇപ്പൊ 25-26 അസസ് ചെയ്യുമ്പോൾ ആ 20-21 ഇൻകം ടാക്സ് ചെയ്യേണ്ടത് ഏത് റേറ്റിലാണ്? 20-21 റേറ്റിലാണ്. ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് ഹാപ്പൻസ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് ഓൾസോ. താഴെ പറയുന്ന സാഹചര്യങ്ങളിലും ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് വരാം. Where no return has been furnished by the assessee, although his income exceeds non-taxable. 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷത്തിന്റെ പരിധിയിൽ അധികം ഇൻകം വന്നിട്ടും റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഇൻകം എസ്കേപ്പ് ചെയ്യപ്പെട്ടു പോവാൻ. വേറെ റിട്ടേൺ ഹാസ് ബീൻ ഫർണിഷ്ഡ് ബട്ട് നോ അസസ്മെന്റ് ഹാസ് ബീൻ മെയ്ഡ്. റിട്ടേൺ സമർപ്പിച്ചിരുന്നു പക്ഷെ അസസ്മെന്റ് നടത്തിയില്ല. റിട്ടേൺ ഒക്കെ സമർപ്പിച്ചു പക്ഷെ അതിന്റെ ബേസിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയോ ടാക്സ് അടയ്ക്കുകയോ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അസസി ഇൻകം കുറച്ച് കാണിച്ചു, ക്ലെയിം എക്സസ് ലോസ് ക്ലെയിം ചെയ്തു. മൂന്നാമത്തെ, where assessment has been made but income charge tax has been under assessed or assessed at a lower rate. അപ്പൊ അസസ്മെന്റ് നടത്തി പക്ഷെ ഇൻകം കുറച്ച് കാണിക്കുകയോ ടാക്സ് ചെയ്യപ്പെടേണ്ട റേറ്റിൽ ടാക്സ് ചെയ്യാതെ കുറഞ്ഞ റേറ്റിൽ ടാക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സസീവ് ലോസോ ഡിഡക്ഷനോ ഒക്കെ ക്ലെയിം ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് നഷ്ടം വന്നു, ഇങ്ങനെ തോന്നിയാലും ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് നടത്താം. ഇനി ലാസ്റ്റ് തരം അസസ്മെന്റ് ആണ് പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്. മുൻകരുതൽ എന്ന നിലയ്ക്ക് അസസ്മെന്റ് നടത്താം. ഇത് എപ്പോഴാണെന്ന് ചോദിച്ചാല് അസസിംഗ് ഓഫീസർക്ക് തോന്നുകയാണ് ഓക്കെ ഒരു ഇൻകം എസ്കേപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ ഇൻകം എസ്കേപ്പ് ചെയ്യപ്പെട്ട കേസ് ഓപ്പൺ ചെയ്യുന്നതല്ല, അതാണ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ്. ഇപ്പോൾ ഈ വർഷത്തെ ഏതെങ്കിലും ഇൻകം എസ്കേപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത് സംഭവിക്കാം. നമുക്കറിയാം ഇൻകം ഈസ് അസസ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പേഴ്സൺ ഹു ഏൺസ് ദ ഇൻകം അല്ലെ. ആരാണോ ഇൻകം ഏൺ ചെയ്ത് അവരുടെ ഹാൻഡ്സിലാണ്, അവരുടെ കയ്യിലാണ് ഇൻകം ടാക്സ് ഉണ്ടാകുന്നത്. പക്ഷേ ചില കേസിൽ ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് ഹൂ ഹാസ് ആക്ച്വലി ഏൺ ദ ഇൻകം. ആരാണ് ഇൻകം കിട്ടിയത്, ആരാണ് ഏത് റെസിപ്പന്റ്, ആരാണ് ഇൻകത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഏതെങ്കിലും കേസിൽ പെട്ടെടുക്കുന്ന പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ റിയൽ ഓണർ ആരാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ. അങ്ങനെയുള്ള കേസുകളിൽ അസസിംഗ് ഓഫീസർ മുൻകൈ എടുത്ത് നടത്തുന്ന അസസ്മെന്റ് ആണ്. ഏതായാലും ഗവൺമെന്റിന് ഇൻകം നഷ്ടപ്പെടാൻ, ടാക്സ് റവന്യൂ നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അത് പാടില്ല എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന അസസ്മെന്റ് ആണ് പ്രിക്കോഷണറി അഥവാ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്. ഇഫ് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ ആസ് ടു ഹൂം ദ ഇൻകം പെർട്ടൈൻസ്, ആരുടെ ഇൻകം ആണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അസസിംഗ് ഓഫീസർ ക്യാൻ അസസ് ദ പേഴ്സൺ ഹു ഈസ് ഫൗണ്ട് ടു ബി ദ പ്രൈമ ഫേഷ്യൽ റെസിപ്പിയന്റ് ഓഫ് ദ ഇൻകം. അപ്പൊ അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യും? ആരാണ് ഇതിന്റെ യഥാർത്ഥ ഏണർ എന്ന് ഉറപ്പായിട്ടില്ലെങ്കിൽ, ആരാണോ ഇപ്പൊ തൽക്കാലം ഈ ഇൻകം റിസീവ് ചെയ്തത്, ആരുടെ കയ്യിലാണോ ഇൻകം കിട്ടിയത്, അയാളുടെ പേരിൽ അസസ്മെന്റ് നടപടികൾ ആരംഭിക്കും. ദിസ് ഈസ് കോൾഡ് പ്രിക്കോഷണറി അസസ്മെന്റ്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമേ. അത് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആൻഡ് പവേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ സിലബസിൽ നോക്കിയാൽ ഓരോ തരം ഈ ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറഞ്ഞൊരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആണ്. ഒരു 10 തരം ഉദ്യോഗസ്ഥരുടെ ഒരു ശ്രേണിയാണ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയാം.
അപ്പൊ ഇന്ത്യ പോലുള്ള ഒരു വലിയ വിശാലമായ രാജ്യത്ത് ഇൻകം ടാക്സ് പോലുള്ള ഒരു ആക്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് CBDT എന്ന് പറഞ്ഞ അപ്പെക്സ് ബോഡിയെ നിയമിച്ചിട്ടുണ്ട്. ഈ ടാക്സ് സംബന്ധമായ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനൊക്കെ ബാങ്കുകളെ RBI നിയന്ത്രിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്യാപിറ്റൽ മാർക്കറ്റിനെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI നിയന്ത്രിക്കുന്നത് പോലെ ഇന്ത്യയിലെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് മാത്രമല്ല ഡയറക്ട് ടാക്സസ് മൊത്തത്തിലാണ്. ഇപ്പം ഒരു ഡയറക്ട് ടാക്സ് ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇൻകം ടാക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിനുള്ള ഒരു അപ്പെക്സ് ബോഡി, ഏറ്റവും സുപ്രീം ബോഡി ആയിട്ട് നിയമിച്ചിരിക്കുന്നത് CBDT അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആണ്. അതിന്റെ കീഴിൽ ഒരു 10 തരം അല്ല 9 തരം, മൊത്തം 10 തരം അതോറിറ്റീസ് ഉണ്ട്, അധികാര ശ്രേണികളുണ്ട്. ഹൈരാർക്കി എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ അധികാരം കുറഞ്ഞു 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 വരുന്ന രീതി, മുകളിലേക്ക് പോകുമ്പോൾ അധികാരം, അതാണ് ഹൈരാർക്കി എന്ന് പറയുന്നത്. ഒരു ഹൈരാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പൊ ഇവരുടെ ഓരോരുത്തരുടെയും പവേഴ്സ് പ്രത്യേകം പ്രത്യേക ചില അതോറിറ്റീസിന്റെ പേരെടുത്ത് സിലബസിൽ പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കലാകാലങ്ങളായിട്ട് ചെയ്യുന്നത് ജനറൽ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ജനറൽ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇപ്പൊ ഏത് അതോറിറ്റിയുടെ പവർ ഇപ്പൊ സ്പെസിഫിക്കലി ചോദിച്ചു, ഇപ്പൊ എക്സാമിന് CBDTയുടെ പവേഴ്സ് ചോദിച്ചു, അല്ലെ ചീഫ് കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് പവേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് പവേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് ഇൻകം ടാക്സ് ആക്ട് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, particularly in a vast country like India. With the purpose of administering the income tax affairs, the government of India has constituted an apex authority known as the Central Board of Direct Taxes. CBDT ആണ് ഇന്ത്യയിലെ ഇൻകം ടാക്സിന്റെ അവസാനത്തെ വാക്ക്. ഇറ്റ് ഇസ് appointed by the government of India. The board is responsible for formulation, evaluation, and proper implementation of policies relating to direct taxes administration. CBDT ആണ് ഇതിന്റെ പോളിസീസ് കൊണ്ടുവരുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഒക്കെ. ദ ബോർഡ് കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് 6 members. മൊത്തം 7 അംഗങ്ങളുള്ള ചെയർമാൻ, 6 അംഗങ്ങളുള്ള ഒരു ബോർഡാണ് CBDT. The following is the hierarchical setup of income tax authorities in India. CBDT ഉണ്ട്, അതിന് താഴെ ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ചീഫ് കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്, then director of income tax or commission of income tax or commissioners of income tax appeals ഉണ്ട്, then additional directors or additional commissioners ഉണ്ട്, then joint directors or joint commissioners ഉണ്ട്, deputy directors or deputy commissioners ഉണ്ട്, assistant directors or assistant commissioners ഉണ്ട്, then income tax officers ഉണ്ട്, tax recovery officers ഉണ്ട്, ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഇൻകം ടാക്സിന്റെ അതോറിറ്റിയുടെ ഹൈരാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ മൊത്തത്തിലുള്ള ഒരു പവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് അതോറിറ്റിയുടെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ജനറൽ പവേഴ്സ് എഴുതിയാൽ മതിയാവും. The following are the general powers of income tax authorities. ഒന്ന്, പവർ റിഗാർഡിംഗ് ഡിസ്കവറി, പ്രൊട്ടക്ഷൻ ഓഫ് എവിഡൻസ് എക്സെട്ര. അപ്പൊ ഒരു ഒരു കേസിൽ ഒരു സാക്ഷി അല്ലെങ്കിൽ കേസിൽ ഒരു വ്യക്തിയെ വിസ്തരിക്കുമ്പോൾ ഒരു കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ അനുസരിച്ച് ഒരു സിവിൽ കോടതിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ടോ അതൊക്കെ ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. While trying a person in a suit, എന്ന് പറഞ്ഞ ഒരു കേസിൽ ഒരാളെ വിചാരണ ചെയ്യുമ്പോൾ ഒരു സിവിൽ കോടതിക്ക്, ഇപ്പം കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 അല്ല, ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയാണ്. അപ്പൊ അത് പ്രകാരം ഒരു കോടതിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ടോ അതൊക്കെ ഇൻകം ടാക്സ് അതോറിറ്റി. അതാണ് പവർ റിഗാർഡിംഗ് ഡിസ്കവറി, പ്രൊട്ടക്ഷൻ ഓഫ് എവിഡൻസ് എക്സെട്ര. The income tax authorities has the same power as are vested in a court as per the code of civil procedure while trying a person in a suit. ഒരു കേസിൽ ഒരു വ്യക്തിയെ വിചാരണ ചെയ്യുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ ഒരു കോടതിക്ക് എന്തൊക്കെ അധികാരമുണ്ടെന്നൊക്കെ ഇൻകം ടാക്സ് അതോറിറ്റിക്ക്. പർട്ടിക്കുലർ ഡിസ്കവറി ആൻഡ് ഇൻസ്പെക്ഷൻ, ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ, പരിശോധിക്കാൻ, രേഖകൾ പരിശോധിക്കാൻ. എൻഫോഴ്സിംഗ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ എക്സാമിനിങ് ഹിം ഓൺ ഓത്ത്, ഒരാളെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്താൻ. എൻഫോഴ്സിംഗ് അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ, സമൻസ് അയച്ച് കോടതിയിൽ നിന്ന് സമൻസ് എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്താനുള്ള കോടതി ഉത്തരവ് കൊടുത്തുവിട്ട് അയാളെ വിളിച്ചു വരുത്താനും അയാളെ പരിശോധിക്കാനുള്ള, അയാളുടെ ഓത്ത് എടുക്കാനുള്ള അധികാരമുണ്ട്. കമ്പൽസിംഗ് ദ പ്രൊഡക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്, ഒരു വ്യക്തിയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ കയ്യിലുള്ള രേഖകൾ സമർപ്പിക്കാൻ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടും. ഇഷ്യൂയിങ് കമ്മീഷൻ ഓർഡറുകൾ ഇറക്കാനുള്ള അവകാശവുമുണ്ട്. Then second one is power of search and seizure. റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുക്കാനുള്ള അവകാശം. സെർച്ച്, അന്വേഷണം നടത്തുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. സീഷർ, പിടിച്ചെടുക്കുക. Searches and seizures can be authorized by an income tax authority, especially empowered by the CBDT. പ്രത്യേകം ചുമതലപ്പെടുത്തിയ അതോറിറ്റിക്ക് ഇത്തരത്തിൽ സെർച്ച് നടത്താനും പിടിച്ചെടുക്കാനുമുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട്. എപ്പോഴൊക്കെയാണ് ഈ സെർച്ച് ആൻഡ് സീഷർ ഓർഡർ ചെയ്യുന്നത്? ഫെയിലർ ടു പ്രൊഡ്യൂസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ ഡോക്യുമെന്റ്സ് ആസ് റിക്വയർഡ് ബൈ ദ അതോറിറ്റി. ഇൻകം ടാക്സ് അതോറിറ്റി ആവശ്യപ്പെട്ട പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഡോക്യുമെന്റ്സ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ. Failure to produce books of accounts or other documents
യൂസ്ഫുൾ ഓർ റെലവെന്റ് ടു എനി അതർ പ്രൊസീഡിംഗ് എന്നതാണ്. ഇൻകം ടാക്സ് അതോറിറ്റിയുടെ പ്രൊസീഡിംഗ്സിൽ സഹായകരമായ ബുക്സ് ഓഫ് അക്കൗണ്ട്സോ രേഖകളോ ഒന്നും സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, if the person is in possession of any money, jewelry or any other valuable articles which represent income or property undisclosed, അതായത് അൺഡിസ്ക്ലോസ് മീൻസ് പറഞ്ഞാൽ പരസ്യപ്പെടുത്തിയിട്ടില്ലാത്ത, പ്രഖ്യാപിച്ചിട്ടില്ലാത്ത, അറിയിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും പണമോ അന്യായമായി സമ്പാദിച്ച പണമോ ജ്വല്ലറിയോ വാല്യുബിൾ ആർട്ടിക്കിൾസോ ഉള്ള ആരുടെയെങ്കിലും കയ്യിലുണ്ടെന്ന് രഹസ്യവിവരം കിട്ടിയാൽ അവിടെയും സെർച്ച് നടത്തി പിടിച്ചെടുക്കാൻ അവകാശമുണ്ട്. Then next one is power to requisition of books of accounts. The income tax authority is not below the rank of commissioner director. കമ്മീഷണറോ ഡയറക്ടറോ റാങ്കിൽ കുറയാത്ത ഒരു ഇൻകം ടാക്സ് ഓഫീസർക്ക് മറ്റ് ഓഫീസേഴ്സിന്റെ കയ്യിലുള്ള രേഖകൾ ആവശ്യപ്പെടാനും പിടിച്ചെടുക്കാൻ അവകാശമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ കമ്പനീസ് ആക്ട് പ്രകാരം ചുമതലപ്പെട്ട രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അല്ലെങ്കിൽ മറ്റേ പാർട്ണർഷിപ്പ് ആക്ടിന്റെ പിന്നെ ഇംപ്ലിമെന്റേഷൻ നിർവഹിക്കാൻ സാധിക്കും. അപ്പൊ മറ്റേതെങ്കിലും നിയമപ്രകാരം ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ പക്കൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനുള്ള അവകാശം കമ്മീഷണർ അല്ലെങ്കിൽ ഡയറക്ടറിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന് ഉണ്ട്. Then power of application of retained assets. The income tax authorities are authorized to recover any income tax liability from the assets retained under the provisions of the act. അപ്പൊ ഏതെങ്കിലും ഒരു അസസിൽ നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പണം കിട്ടാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ലയബിലിറ്റി വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അസറ്റ്സിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള അവകാശം, ആ അസറ്റ്സിൽ നിന്ന് അത്രയും തുക റിക്കവർ ചെയ്യാനുള്ള അവകാശം ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. ദെൻ പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ. താഴെ പറയുന്ന കാര്യങ്ങളിൽ ഉത്തരവാദപ്പെട്ട വ്യക്തികളോട് ഇൻഫർമേഷൻ ചോദിച്ചു വാങ്ങാനുള്ള അവകാശം ഇൻകം ടാക്സ് അതോറിറ്റീസിനുണ്ട്. എന്താണ്? ഒരു ഫേമിനോട് ആവശ്യപ്പെടാം, ഒരു പാർട്ണർഷിപ്പ് ഫേമിനോട് ആവശ്യപ്പെടാം to furnish a return of the names and address of the partners of the firm and their respective shares. ഒരു പാർട്ണർഷിപ്പ് ഫേമിനോട് ചോദിക്കാം അവരുടെ പാർട്ട്നേഴ്സിന്റെ പേര് വിവരങ്ങൾ, അവരുടെ അഡ്രസ്, അതേപോലെ ഓരോരുത്തരുടെയും നിശ്ചിത ഷെയർ എത്ര എന്ന്. അതേപോലെ ഏതെങ്കിലും ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഒരു HUFനോട് ആവശ്യപ്പെടാം. എന്തൊക്കെ? അവരുടെ മാനേജറുടെ പേരും അഡ്രസ്സും, അതേപോലെ മെമ്പേഴ്സിന്റെ പേരും അഡ്രസ്സും. ഈ ട്രസ്റ്റി, ഗാർഡിയൻ ഓർ ഏജന്റ്, ഒരു 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 ട്രസ്റ്റ് നടത്തിക്കാരനാണ് ട്രസ്റ്റി. ഗാർഡിയൻ ഏതെങ്കിലും ഒരാളെ നോക്കാൻ ഏൽപ്പിച്ച ആളാണ് ഗാർഡിയൻ. ഏജന്റ് ഒരാളെ പ്രതിനിധീകരിക്കാനുള്ള ഏജന്റ്. അവരോട് ചോദിക്കാം എന്ത്? ആരുടെ പേരിലാണ് നിങ്ങൾ ട്രസ്റ്റി ആയിരിക്കുന്നത്, ആരുടെ പേരിലാണ് നിങ്ങൾ ഗാർഡിയൻ ആയിരിക്കുന്നത്, ആരുടെ പേരിലാണ് നിങ്ങൾ ഏജന്റ് ആയി പ്രവർത്തിക്കുന്നത്, അവരുടെ നെയിംസ് ആൻഡ് അഡ്രസ്സസ് കൊടുക്കാൻ ആവശ്യപ്പെടാം. Next one, require any person to furnish a statement of the names and address of all persons to whom he has paid rent, interest, commission, royalty, brokerage or any other amount exceeding ₹1,000. വെറും 1000 രൂപയിൽ കൂടുതലുള്ള ഇത്തരം തുകകൾ കൊടുത്തിട്ടുണ്ട്. റെന്റ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, റോയൽറ്റി, ബ്രോക്കറേജ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള തുക 1000 രൂപയിൽ അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത ആളോട് ആവശ്യപ്പെടാം നിങ്ങൾ ആർക്കൊക്കെയാണ് ഇത്തരം തുകകൾ കൊടുത്ത അവരുടെ നെയിംസ് ആൻഡ് അഡ്രസ്സസ് കൊടുക്കാൻ ആവശ്യപ്പെടാം. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീലേഴ്സിനോട് ബ്രോക്കേഴ്സിനോട് ആവശ്യപ്പെടാം ആരൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുള്ളത്. The exchange has paid any sum in connection with transfer of assets. ഈ അസറ്റുമായി ബന്ധപ്പെട്ട എക്സ്ചേഞ്ചിൽ നിന്ന് കമ്മീഷനോ മറ്റു വരുമാനങ്ങളോ സിദ്ധിച്ചിട്ടുള്ള ആളുകൾ അവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താൻ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീലറോടോ ബ്രോക്കറോടോ ആവശ്യപ്പെടാം. ഇനി അതല്ലെങ്കിൽ ബാങ്ക് ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും ആളുകളോട്, ബാങ്ക് ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളോടോ സ്ഥാപനങ്ങളോടോ വ്യക്തികളോടോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർ അസസ്മെന്റ് സഹായകരമായ തെളിവുകളോ രേഖകളോ തങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കാനും ഈ അതോറിറ്റിക്ക് ആവശ്യപ്പെടും. അവസാനത്തെ രജിസ്റ്റർ ഓഫ് കമ്പനീസ്. രജിസ്റ്റർ ഓഫ് രജിസ്ട്രാറിന്റെ അടുത്തുന്നത് പോലും അവരുടെ മെമ്പേഴ്സിനെ കുറിച്ചോ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ കുറിച്ചോ മോർഗേജസിനെ കുറിച്ചോ ഒക്കെയുള്ള രേഖകൾ അവരോട് ചോദിച്ചു വാങ്ങുന്ന അവകാശവും ഇൻകം ടാക്സ് അതോറിറ്റീസ് ഉണ്ട്. അപ്പൊ ഏത് അതോറിറ്റിയോട് ചോദിച്ചാലും ഈ ജനറൽ പവേഴ്സ് നമുക്ക്